ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് ഗസ്റ്റ് ചെയ്യണമെന്ന് ചിലവർ ഗസ്റ്റ് ചെയ്യാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിലാണ്. സമയം ഇപ്പോൾ ജസ്റ്റ് 4 മണിയാവുന്നേ ഉള്ളൂ. ഞാൻ മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിനസിൽ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ യാത്ര പോവുകയാണ്. ഇന്നത്തെ വീഡിയോ പക്ഷേ ലോക്കൽ ട്രെയിൻ യാത്രയുടെ അല്ല, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി യാത്രയുടെയാണ്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ലോക്കൽ ട്രെയിന്. നമ്മളിവിടുന്ന് ഒരു അടിപൊളി യാത്ര പോവാണ്. ഇവിടുന്ന് നമ്മൾ നെരൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് 87 കിലോമീറ്റർ ദൂരമുണ്ട്. സെക്കൻഡ് ക്ലാസ്സിന് 25 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ നെരൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് നെരളിൽ നിന്ന് നമ്മൾ മാഥേരാനിലേക്കുള്ള ഒരു ഹിൽ റെയിൽവേയിൽ യാത്ര ചെയ്യാനാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇവിടുന്ന് 4:35 പുറപ്പെടുന്ന ഖോപ്പോളി ഫാസ്റ്റ് ലോക്കലിന് കയറി നമ്മൾ പോവിടുന്ന്. ഇവിടുന്ന് 4:35 പുറപ്പെട്ടിന് ഏകദേശം 2 മണിക്കൂർ 6:30 നമ്മളെ നെരളിൽ വിടും. നെരളിൽ നിന്ന് രാവിലെ 8:30 നമ്മുടെ ഹിൽ റെയിൽവേ ഉള്ളത്. പക്ഷേ അവിടെ ടിക്കറ്റിന് റിസർവേഷൻ സൗകര്യമില്ല. നമ്മൾ ഓഫ്ലൈനാണ് ടിക്കറ്റിങ്. അപ്പോൾ നമ്മളവിടെ പോയി മേടിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോവുകയാണ്. കാര്യം ക്യൂ ഉണ്ടാവും, അവധിക്കാലം കൊണ്ട് ക്യൂ ഉണ്ടാവും, തിരക്കുണ്ടാവും എന്ന് നമുക്കറിയില്ല. നമുക്ക് ടിക്കറ്റ് കിട്ടിയേ പറ്റും, നമുക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് അല്പം നേരത്തെ പോകുന്നത്. കൂട്ടുകാരൊക്കെ ഏകദേശം പുറകിൽ നിന്ന് 2ാമത്തെ 3ാമത്തെ കോച്ച് കണ്ടായിട്ടാണ്. ഇതാണ് സെക്കൻഡ് ക്ലാസ്സിന് ഇൻറ്റീരിയേഴ്സ്. നമ്മുടെ സാധാരണ ഫസ്റ്റ് ക്ലാസ്സിന് കുഷൻ ഉണ്ടാവും, ഇതിൽ കുഷനില്ല. ഒറ്റ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിമാണ്. ഈ സീറ്റ് എടുക്കാം. സമയം ഇപ്പം 4:34. പുറപ്പെടാൻ 1 മിനിറ്റും കൂടി കഷ്ടിച്ചുണ്ട്. (4:35) കൃത്യം. കൃത്യം 4:35 വണ്ടി എടുത്തു. ടൈം ആൻഡ് മുംബൈ ലോക്കൽസ് വെയിറ്റ് ഫോർ നൺ എന്ന് പറയുന്ന സത്യമാണ്. നമ്മൾ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ടൈം ആൻഡ് മുംബൈ ലോക്കൽസ് വെയിറ്റ് ഫോർ നൺ, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ മുംബൈ CSMT നമ്മൾ യാത്ര പുറപ്പെട്ടു. ഇനി ഏകദേശം 2 മണിക്കൂറിൻ്റെ ലോക്കൽ ട്രെയിൻ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാൻ പോവാണ്. ബാക്കി നമുക്ക് നെരളെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ നെരൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം വണ്ടി അല്പം ലേറ്റാണ്. സമയം 6:30 ആയിട്ടുണ്ട്. 6:25 എത്തേണ്ടതായിരുന്നു. ഒരിത്തിരി ലേറ്റാണ് വണ്ടി. സമയം 6:32. നമ്മളെ വിട്ടിട്ട് നമ്മുടെ വണ്ടി പോയി. അപ്പുറത്തെ കൂടെ ഏതൊരു വാക്സൺ ഹോളിൽ ട്രെയിൻ പോവാം. അപ്പോൾ ഇതായിരുന്നു നെരൾ സ്റ്റേഷൻ. നമുക്കിനി അപ്പുറത്തെ സൈഡിൽ പോകണം. അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മുടെ ഹിൽ ട്രെയിൻ ഓടുക. അപ്പോൾ സമയം ഇപ്പോൾ 6:30 ആയിട്ടേ ഉള്ളൂ. നമുക്ക് അവിടെ പോയി നിൽക്കാം. അപ്പോൾ അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറി. പ്ലാറ്റ്ഫോം നമ്പർ 1 കാർജത്ത് എൻഡിലേക്ക് നടക്കുമ്പോൾ ഇവിടെയാണ് ഇതിന് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. 6:30 എത്തി. ഇപ്പോൾ തന്നെ നല്ല ഭീമൻ ക്യൂ ആണ്. ഈ കാണുന്ന വലിയ ക്യൂ ഇല്ലേ, ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. ഇത് സെക്കൻഡ് ക്ലാസ് ക്യൂ ആണ്. നമുക്ക് ഫസ്റ്റ് ക്ലാസ് ക്യൂവിലോട്ട് കയറി നിന്നേക്കാം. 6:45 തിരക്ക് ഉണ്ടാവും. 6:45 നല്ല തിരക്കായി കഴിഞ്ഞു. ഇപ്പോൾ ടോക്കൺ കൊടുത്തോണമെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. ആകെ 90 സീറ്റുള്ള സെക്കൻഡ് ക്ലാസ്സിൽ, 16 സീറ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ. കൗണ്ടർ തുറക്കാനുള്ള കാത്തിരിപ്പാണ്. മണി 7 ആയതേ ഉള്ളൂ. 8 മണിക്ക് തുറക്കണമെന്നാണ് പറഞ്ഞത്. 8 മണിയാവണം. ഇതാണ് ട്രെയിനിൻ്റെ ടൈമിങ്. രാവിലെ 8:50 പുറപ്പെട്ട് 11:30 അവിടെ എത്തും. 52103. ഫെയർ 95 രൂപ സെക്കൻഡ് ക്ലാസ്സിന്, 340 രൂപ ഫസ്റ്റ് ക്ലാസ്സിന്. തൽക്കാലം വിസ്താഡവും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ഡീലക്സ് സലൂൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 1650 രൂപ. അതെങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചു വയ്ക്കാം എന്തായാലും. 7:45 പോലീസുകാർ വന്ന് ക്യൂ ഒക്കെ ഓർഡറാക്കി, ക്യൂ ഒക്കെ സെറ്റാക്കി. എത്ര ആൾക്കാർക്ക് ഏതൊക്കെ എത്ര ടിക്കറ്റ് വേണം നോക്കി ടിക്കറ്റൊക്കെ ക്യൂ ഒക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്.
ഉടനെ ടിക്കറ്റിനുള്ള ആൾ വരുമെന്ന് വിചാരിക്കുന്നു. 6:30 തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് അടിച്ച് കിട്ടി. FC മൗണ്ടൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ 340 രൂപ. FC 6 നമ്പർ സീറ്റ്. നല്ല തിരക്കാണ്. സെക്കൻഡ് ക്ലാസ്സിന് ഇതൊരു ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല അവർ. നിലവിൽ ഫസ്റ്റ് ക്ലാസ്സിന് മാത്രമേ കൊടുത്തുള്ളൂ. നമുക്കൊന്ന് ഉള്ളിലേക്ക് പോകാം. ഇതാണ് സ്റ്റേഷനിലെ തിരക്ക്. നല്ല അടിപൊളി തിരക്കാണ്. ആകെ 180 സീറ്റാണ്. ആകെ 180 സീറ്റാണുള്ള സെക്കൻഡ് ക്ലാസ്സിൽ. അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നെരൽ ജംഗ്ഷൻ്റെ മാഥേറാൻ എൻഡ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നാരോ ഗേജ് ലൈൻ കയറി പോകുന്നത്. അവിടെ നാരോ ഗേജ് ലോക്കോ ഷണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ലൈനിൽ ഉപയോഗിക്കുന്ന NDM ലോക്കോസാണ് ഈ ലൈനിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നാരോ ഗേജ് യാത്ര തന്ന് ZDM ലോക്കോസ് ആയിരുന്നു. ഇത് NDM ലോക്കോസാണ്. ഇത് 2 അടി വീതിയുള്ള ട്രാക്കാണിത്. അപ്പോൾ ഇത് NDM 1 ലോക്കോ, NDM 1 406 ആണ് ലോക്കോ. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റീം ലോക്കോവും നിങ്ങൾക്ക് കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്റ്റീം ലോക്കോവും കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള സ്റ്റീം ലോക്കോ MLR 738 എന്ന് പറഞ്ഞാൽ ഇത് ഈ റെയിൽവേ ലൈൻ പണിത സമയത്ത് ഒറിജിനലി സർവീസിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലോക്കോ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് 1907 നെരൽ മാഥേറാൻ ലൈൻ ഓപ്പൺ ചെയ്യുന്നത്. സർ അഡംജി പീർ ഭായ് പുള്ളിക്കാരൻ ഒരു പേഴ്സണൽ ലൈനായിട്ടാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിരുന്നു ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ മകനായിട്ടാണ് പണിത്. ഇതാണ് ഇവിടെയുള്ള സ്റ്റീം ലോക്കോ. പുള്ളിയുടെ മകനായിട്ടാണ് ഈ ലൈൻ പണിത്. പുള്ളിയുടെ മകനായിട്ട് ഈ ലൈൻ പണിയുകയും ഈ ലൈൻ പിന്നീട് ഇൻഡിപെൻഡൻസ് സമയത്ത് ഭാരത സർക്കാരിന് കൈമാറുകയും അങ്ങനെ പിന്നീട് സെൻട്രൽ റെയിൽവേക്ക് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ 1/12 ഗ്രേഡിയൻറ്റിൽ ആണിത് കയറുന്നത്. 5% ക്ലൈമ്പിംഗ് ആണ്. 1/12 ഗ്രേഡിയൻറ്റിൽ 12 kmph ആണ് ഇതിൻ്റെ ഇത് എന്താ പറയുക മാക്സിമം സ്പീഡ്. 1/12 അല്ല, സോറി 1/20 ആണ്. 1/20 ഗ്രേഡാണ്. 1/20 ഗ്രേഡും 12 kmph ആണ് മാക്സിമം സ്പീഡ്. ഇവിടെ ഒരു ഐ ലവ് നിറൽ സെൽഫി സ്പോട്ടും ബാക്കിലായിട്ട് നമ്മുടെ സ്റ്റീം ലോക്കോ ഒക്കെ ഉണ്ട്. ഇതാണ് നാരോ ഗേജ് സ്റ്റേഷൻ. നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലോക്കോ ബാക്കിലാണ്. എനിക്കൊരു ട്വിൻ ലോക്കോസ് ആയിട്ടൊന്നും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എക്സാക്ട്ലി എനിക്കറിയില്ല. നമുക്ക് ട്രെയിൻ പുറപ്പെടുമ്പോൾ എന്തായാലും അറിയാമല്ലോ. അപ്പോൾ ഈ ചെറിയ കോച്ചുകളാണ് നമ്മുടെ ട്രെയിനിലുള്ളത്. ഇത് ഏത് വർഷം ഉണ്ടാക്കിയത്? 2014 കുർഡുവാഡിയിൽ പണിതെന്നാണ് ഈ SLR കോച്ചിൽ എഴുതിയിരിക്കുന്നത്. ഇതൊരു SLR കോച്ചാണ്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സിനാണ്. ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. സെക്കൻഡ് ക്ലാസ്സിന് ഇൻറ്റീരിയേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്ലാസ്സിന് പിന്നീട് കാണിക്കാം. ഇതാണ് സെക്കൻഡ് ക്ലാസ്സിന് ഇൻറ്റീരിയേഴ്സ്. സാധാരണ ബെഞ്ച് സീറ്റാണ്. ഇപ്പോൾ യാത്രക്കാർ ജസ്റ്റ് കയറുന്നുണ്ട്. നമ്മുടെ കോച്ചിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാമെന്ന് വെച്ചാൽ പുറത്തോട്ടിറങ്ങിയതായി. ഇതാണ് ഫസ്റ്റ് ക്ലാസ്സിന് ഇൻറ്റീരിയേഴ്സ്. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇത്രയേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ചും കൂടി വീതിയുള്ള സീറ്റാണ്. കഷ്ടപ്പെട്ട് വിൻഡോ സീറ്റൊക്കെ ചോദിച്ചെങ്കിലും തന്നത് വിൻഡോ സീറ്റല്ല, സാധാരണ ഒരു അയൽ സീറ്റാണ്. പക്ഷെ നന്നായി നമുക്കിങ്ങനെ വിൻഡോയിൽ നിന്ന് പിടിക്കാനുള്ള അവസരം കിട്ടും. ഇതിൻ്റെ പോയിൻറ്റ്സൊക്കെ ഇതിങ്ങനെ മാനുവലിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പോയിൻറ്റ്സ് കൺട്രോൾ. ഇതെനിക്കൊന്ന് ട്വിൻ ലോക്കോസാന്ന് തോന്നുന്നു. മുകളിലോട്ടുമ്പോൾ ഫ്രണ്ടിലൊന്ന് ബാക്കിലൊന്നും അങ്ങനെ ട്വിൻ ലോക്കോസായിട്ടൊന്നും വിടുന്നത്. കാര്യം മുകളിൽ റിവേഴ്സിനുള്ള സൗകര്യമില്ലെന്ന് അറിയില്ല. ആ കാണുന്നതാണ് മാഥേറാൻ കോച്ചിങ് ഡെപ്പോവും ഡീസൽ ലോക്കോ ഷെഡും. ആ കാണുന്ന ഷെഡുകളാണ് കോച്ചിങ് ഡെപ്പോവും അതുപോലെ ഡീസൽ ലോക്കോ ഷെഡൊക്കെ. അവിടെയാണ് ലോക്കോൻ്റെയും കോച്ചുകളുടെയൊക്കെ മെയിൻ്റനൻസ് നടക്കുന്നത്. അപ്പോൾ നമുക്കുള്ള അടുത്ത ലോക്കോ അവിടെ ജസ്റ്റ് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഉടനെ ഇറങ്ങി വരും തോന്നുന്നു. കാര്യം ഇപ്പോൾ ഹോണിഡേ ഒക്കെ കേട്ടായിരുന്നു. ആ കിടക്കുന്ന ലോക്കോ ആണ് നമുക്കുള്ള നെക്സ്റ്റ് ലോക്കോ. മാഥേറാൻ റെയിൽവേ ലൈനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. 16 ലക്ഷം രൂപയ്ക്ക് അബ്ദുൽ ഹുസൈൻ അദംജി പീർ ഭായ് ആണിത് പണിത്. പുള്ളിയുടെ അച്ഛനായ ലേറ്റ് സർ അദംജി പീർ ഭായ് ആണ് ഇതിനെ ഫിനാൻസ് ചെയ്തത്. 14 ലക്ഷം രൂപ പുള്ളിയുടെ സ്വന്തം കാശ് ഫിനാൻസ് ചെയ്താണ് ഇത് പണിത്. 1901-നും 1907-നും ഇടയ്ക്കാണിത് പണിത്. ഈ ട്രെയിൻ എയർ ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഫീഡ് പൈപ്പും ബ്രേക്ക് പൈപ്പും കാണാം. എയർ ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കപ്ലിംഗ് മെക്കാനിസമാണ്. വളരെ വളരെ സിമ്പിൾ. അതിന് ബഫേഴ്സോ അല്ലെങ്കിൽ CBC കപ്ലർ അങ്ങനത്തെ കപ്ലേഴ്സൊന്നുമില്ല. സാധാരണ ഒരു കപ്ലറാണ് ഇതിനുള്ളത്. നമ്മുടെ അടുത്ത ലോക്കോണ് വരുന്നത് NDM 1405. ഇത് ആർട്ടിക്കുലേറ്റഡ് ലോക്കോസാണിത്. ബേസിക്കലി 2 പ്രൈം മൂവേഴ്സ് ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 എഞ്ചിനുകൾ. അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇത് ഇത്രയും ലെങ്ത് ഉള്ളത് ഇതിലത്തെ എന്താ പറയുക കേർവുകൾ ടൈറ്റ് ആയതുകൊണ്ട് ഇത്രയും ലെങ്ത് ഉള്ള ലോക്കോസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്താണെന്ന് വെച്ചാൽ 2 എഞ്ചിനുകളെയും കൂടി ഒരുമിച്ച് ബന്ധിപ്പിച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇതാണ് നമ്മുടെ ലോക്കോ. ഇത് കപ്പിൾ ചെയ്യാണ് 405 NDM1 HP. അപ്പോൾ ഇത് ഞാൻ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലാവുന്നത് 2 എഞ്ചിനുള്ളത്, മൊത്തം 3 പാർട്സിനുണ്ട്. എഞ്ചിനുള്ളൊരു പാർട്ട്, ഡ്രൈവിംഗ് ക്യാബിലുള്ളൊരു പാർട്ട്, പിന്നെ അടുത്ത എഞ്ചിനുള്ളൊരു പാർട്ട്, അങ്ങനെ മൊത്തം 3 പാർട്സായിട്ടാണ് ഈ ലോക്കോ പണിതിരിക്കുന്നത്. അതിൽ എഞ്ചിനുള്ള പാർട്ടുകൾക്കാണ് വീലുള്ളത്. മൊത്തം 4 വീലാണ് ഇന്നുള്ളത്. ഇതിന് ഓരോ എഞ്ചിൻ്റെ താഴെയായിട്ട് 4 വീലുകളുണ്ട്. അങ്ങനെ മൊത്തം 8 വീലുണ്ട് ഓരോ എഞ്ചിൻ്റെ. അപ്പോൾ മൊത്തം 4 ആക്സിലുണ്ട് ഇതിന്. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈന്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോക്കോമോട്ടീവാണ്, ആർട്ടിക്കുലേറ്റഡ് ലോക്കോമോട്ടീവാണ്. ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ ഇവിടെ കാണാൻ പറ്റും, നമുക്ക് നോക്കാം. ഇവിടെ താഴെയിട്ട് ഇതിന് ആർട്ടിക്കുലേഷൻ കാണാം, സസ്പെൻഷൻ പോലെ കാണാം. ഇത് ആർട്ടിക്കുലേറ്റഡ് ലോക്കോസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാബിനുള്ള പോർഷൻ സെപ്പറേറ്റ് ആണ്. ക്യാബിനുള്ള പോർഷൻ സെപ്പറേറ്റ് സ്റ്റാൻഡ് അലോൺ പാർട്ടാണ്. അതിലേക്ക് അവർ ഈ ആർട്ടിക്കുലേഷൻ വഴി ഇതിനെ ആർട്ടിക്കുലേറ്റ് വെച്ചിരിക്കുകയാണ്. ഇതാണ് ആർട്ടിക്കുലേഷൻ. ഇങ്ങനത്തെ ആർട്ടിക്കുലേഷൻ 2 സൈഡിലുണ്ട്, കണ്ടോ, 2 സൈഡിലും ആർട്ടിക്കുലേഷൻ ഉണ്ട്. ഈ ആർട്ടിക്കുലേഷൻ വഴിയാണ് 2 പാർട്സിനും ബന്ധിപ്പിച്ചിരിക്കുന്നത്. എട്ട് 52 നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എന്തായാലും ടൈം നോട്ട് കൊടുത്തൊരു വണ്ടിയല്ല, ടൂറിസ്റ്റ് സർവീസ്. kmph ആണ് ഇതിന് മാക്സിമം സ്പീഡ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകണ്ടാവുള്ളൂ. അതായിരുന്നു നെരൽ സ്റ്റേഷൻ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റീം ലോക്കോ. ഇതാണ് ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ഓഫീസ്. ഇതാണ് ഡീസൽ ലോക്കോ ഷെഡ്. ഇതിനകത്ത് തന്നെയാണ് കോച്ചിങ് ഡിപ്പോ. ഒരു പഴയ NDM കിടക്കുന്നുണ്ട് ഇവിടെ, NDM1A 550. എല്ലാ ആർട്ടിക്കുലേറ്റഡ് ലോക്കോസാണ്. കാര്യം ഈ റൂട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്ത് പറ്റില്ല, ലോക്കോ ലെങ്ത്ത് കുറവായിരിക്കണം, കാര്യം കേർവ്സ് ഉള്ളതുകൊണ്ട്. പഴയ കോച്ചുള്ള ശ്മശാനം.
അങ്ങ് ദൂരെ കാണുന്ന ബ്രോഡ് ഗേജ് ലൈനാണ്, കാണാൻ പറ്റണമെന്നറിയില്ല. അതാണ് മുംബൈ പുനെ ബ്രോഡ് ഗേജ് ലൈന്. നമ്മൾ നല്ലൊരു കയറ്റം കയറുന്നുണ്ട്. താഴെ ട്രാക്ക് താഴെ കാണാം, മറ്റേ ബ്രോഡ് ഗേജ് ട്രാക്ക്. നമ്മൾ കയറ്റം കയറി വരികയാണ്. ബാക്കിൽ ലോക്കോ ഷണ്ടിങ് മാത്രമാണ് അതുകൊണ്ട് അവിടെ ഊരി വിട്ടിട്ട് നമ്മൾ വന്നത്. വളരെ പെട്ടെന്ന് കയറ്റം പൊക്കം കയറി 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 പോകുന്നുണ്ടാവും. ഇത്രയും പൊക്കത്തിലെത്തി കഴിഞ്ഞു, ഇത്രയും പെട്ടെന്നാണ്. അതൊക്കെ നമ്മൾ വന്ന വഴികളാണ്. കട്ടിങ്സ് കൂടെയാണ് നമ്മൾ കയറി വന്നത്. ഹൈവേയുടെ സൈഡിൽ ഫെൻസിങ് ചെയ്തിരിക്കുന്ന ഫെൻസിങ് ചെയ്തിരിക്കുന്നതാണ് ട്രാക്കിൻ്റെ സൈഡിൽ. അങ്ങനെ കയറി വന്ന് നമ്മൾ ഈ കുന്നിനോട് ചേർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ ട്രാക്ക് പോകുന്നതാണ്, അതൊക്കെ അങ്ങ് പോകാനുള്ള വഴിയാണ്. നമ്മൾ ഈ കുന്നിനോട് ചേർന്ന് ഹഗ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
വേനൽക്കാലത്ത് നല്ല പച്ചയായിരിക്കും, പക്ഷേ മഴക്കാലത്ത് ട്രെയിൻ സർവീസ് ഇല്ല. കാര്യം ലാൻഡ് സ്ലൈഡ്സിൻ്റെ റിസ്ക് ഉള്ളതുകൊണ്ട് മഴക്കാലത്ത് ഒരു സർവീസ് നിർത്തി വയ്ക്കാനാണ് പതിവ്. km/h സ്പീഡ് റെസ്ട്രിക്ഷൻ. ഇതാണ് നമ്മുടെ റേക്ക്. 3 സെക്കൻഡ് ക്ലാസ്സും ഒരു ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്. ശ്രദ്ധിച്ച ട്രെയിൻ തിരിയുന്ന സമയത്ത് ലോക്കോ ആർട്ടിക്കുലേറ്റ് തിരിയുന്നതൊക്കെ കാണാം, ലോക്കോ ബെൻഡാവുന്ന കാണാം. മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ മലയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കയറി വരുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ഗ്രേഡിയൻറ്റും കാണാം. നമ്മളിപ്പോഴും ഒരു ഗ്രേഡിയൻറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 1901-നും 1907-നും ഇടയ്ക്ക് 16 ലക്ഷം രൂപ മുടക്കി അഡംജി പീർബോയ് ഈ ലൈൻ പണിതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരന് ഇതിനോടുണ്ടായിരുന്ന താല്പര്യം നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആക്ച്വലി പുള്ളിക്കാരൻ്റെ വീക്കെൻഡ് ഗെറ്റവേ മറ്റുമായിരുന്നു മാഥേറാൻ. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് മാഥേറാനിലോട്ട് വരുന്ന ഒരാളായിരുന്നു. അങ്ങനെ പുള്ളിയാണ് മാഥേറാനിലോട്ട് റെയിൽവേ ലൈൻ വേണം എന്ന് പറയുന്നത് പുള്ളി റെയിൽവേ ലൈൻ പണിത് കൊടുത്തത്. അത് ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യൻസിന് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിൽ സമ്മിറ്റ് എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ മീൻസ് മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനിയും മുകളിൽ മല കാണാനുണ്ട്. അവിടെ പാരലായിട്ട് റോഡ് കാണാം. റോഡ് നമ്മുടെ റൈറ്റ് സൈഡിൽ പാരലായിട്ട് പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പിലേക്ക് എത്തുകയാണ് നമ്മൾ.
ആദ്യത്തെ സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് യാത്രക്കാർക്ക് കയറാനൊന്നും പറ്റില്ല. ഇത് നമുക്ക് റിഫ്രഷ്മെൻറ്റ് ഒന്ന് കാല് വലിക്കാനും കാല് നീട്ടാനൊക്കെ ഉള്ള സ്ഥലം വരും, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്തുന്ന സ്റ്റേഷൻ്റെ പേരാണ് ജുമ്മാപട്ടി. മീറ്റേഴ്സ് അബോവ് സീ ലെവലാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽപ്പനക്കാരൊക്കെ വന്നിട്ടുണ്ട്. പേരയ്ക്ക, ബേര്, പച്ചമാങ്ങ, പേരയ്ക്ക, കുക്കുംബർ, വേവിച്ച കപ്പലണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്. ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ഉണ്ട്. ട്രെയിൻ ഇവിടെ എനിക്ക് 5-10 മിനിറ്റ് നിർത്തും തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം, റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ മേടിക്കാം. ഒന്ന് ഇറങ്ങി നടന്നൊന്ന് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. കാര്യം സെക്കൻഡ് ക്ലാസ്സിലെ സീറ്റിംഗ് നല്ല ടൈറ്റാണ്. ആ ടൈറ്റ് സീറ്റിങ്ങിലിരിക്കുന്നവർക്ക് ഒരു റിലാക്സേഷനാണ്. ഇതാണ് ജുമ്മാപട്ടി എന്ന് പറയുന്ന സ്റ്റേഷൻ. ബ്ലോക്ക് സെക്ഷനാണ്. അവർക്ക് മുന്നോട്ട് പോകുന്ന ടോക്കണൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു പേരയ്ക്ക മേടിച്ചു. നമുക്ക് ഇനിയിപ്പോൾ കയറാം. ജുമ്മാപട്ടി സ്റ്റേഷനിൽ പുറപ്പെടും. നമ്മളെ മൊട്ടക്കുന്ന് പോലത്തെ പ്രദേശം വേണ്ടി ഇപ്പോൾ ചെറുതായിട്ടൊരു കാട് പോലത്തെ പ്രദേശത്തോട് കയറി. സ്ഥലമല്ല വീട് വയ്ക്കാൻ. ലെവൽ ക്രോസ് ആണിത്. ഈ വഴിയൊക്കെ മഴക്കാലത്ത് നല്ല വെള്ളം ഒഴുകുന്ന പോലെ ഉണ്ട് കണ്ടിട്ട്. ഞാൻ പറഞ്ഞാൽ മഴക്കാലത്ത് ട്രെയിൻ സർവീസ് ഇല്ല. മഴക്കാലത്ത് ട്രെയിൻ സർവീസ് നിർത്തിവെക്കും.
ഇതിൻ്റെ ട്രാക്ക് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഹെയർ പിൻ ബെൻഡ് പോലെ തിരിഞ്ഞ് കയറി മുകളിലോട്ട് കയറും തോന്നുന്നു. ഒരു ഹെയർ പിൻ ബെൻഡ് പോലെ മുകളിൽ കൂടെ ട്രാക്ക് പോകുന്നത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മുകളിൽ നമുക്ക് റെയിലിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. വൺ കിസ് ടണലിലേക്ക് കയറാണ്. ഇതിപ്പോൾ നമ്മൾ വന്ന ലൈനാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് കയറി വന്ന ലൈനാണ് ഈ കാണുന്നത്. നമ്മളൊരു വട്ടം കറങ്ങി ഇതേ ഇതിലോട്ട് നമ്മൾ കയറുക ചെയ്തത്. യൂ ടേൺ പോലെ തിരിഞ്ഞ് ഹെയർ പിൻ ബെൻഡ് പോലെ തിരിഞ്ഞ് കയറിയത്. പിന്നെ വൺ കിസ് ടണൽ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ ഒരു ഉമ്മ കൊടുക്കാനുള്ള സമയമുള്ളൂ എന്നാണ് പറയുന്നത്. ഇമ്മിണി നീളം കൂടി ഉമ്മയാണെന്ന് മാത്രം. കയറിപ്പോയ ട്രാക്ക് കണ്ടോ, നല്ല കയറ്റം നമ്മൾ കയറിയിരിക്കുന്നത്. നല്ല അടിപൊളി കയറ്റമാണ് നമ്മൾ കയറിയിരിക്കുന്നത്. വീണ്ടും ഒരു ലെവൽ ക്രോസ് എത്തുകയാണ്. ലെവൽ ക്രോസിംഗ് ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ നെരാൽ മാത്തേരാൻ റോഡ്. വീണ്ടും ലെവൽ ക്രോസ്.
തിരിച്ച് റോഡ് വഴി വരിക. അപ്പോൾ നമ്മൾ ഈ റോഡ് വഴി പോകും. തിരിച്ച് വരുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മേ ബി ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ അടുത്ത സ്റ്റേഷനായ വാട്ടർ പൈപ്പിലേക്ക് എത്തണം. ഇതാണ് വാട്ടർ പൈപ്പ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് സ്റ്റോപ്പുണ്ട്. നമ്മൾ നേരത്തെ ജുമ്മപ്പട്ടിയിലും ക്രോസിംഗ് ഉണ്ടായിരുന്നു. ഇവിടെയും ക്രോസിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ എനിക്കൊന്ന് ചായയും കൂടി അവൈലബിൾ ആണ്. ചായ, വടപ്പാവ്, അങ്ങനെ കുറച്ച് സ്നാക്സും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ചായ കുടിക്കാം, വടപ്പാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അവിടെ ടോയ്ലറ്റ് ഉണ്ട്, ലേഡീസും ജെൻസിനും ടോയ്ലറ്റ് ഉണ്ട്. അപ്പുറത്താണ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബ്ലോക്ക് സ്റ്റേഷനാണ്. ഈ ലൈനിലൊരു കാറ്റ് സൈഡിങ് ആണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടു വരുന്ന വണ്ടികളൊക്കെ
ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു വ്യൂ പോയിൻ്റ് ഒരു ഗണപതി റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തണം. ഈ വളവ് കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അങ്ങോട്ട് പോകാനുള്ള പടികളാണെന്ന് തോന്നുന്നു കാണുന്നത്. അവിടെ ഇങ്ങനെ ഒരു പടി കണ്ടോ, അവിടെ കൊടിയും പടികളൊക്കെ കാണാം. അത് അങ്ങോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്താ വളവുണ്ടോ, ഓൾമോസ്റ്റ് 90 ഡിഗ്രിയാണ്, 97.1. ഇവിടെയായിട്ടാണ് ഗണപതി റോക്ക്. നല്ല ഭംഗിയായിട്ട് കാണാം ഇവിടുന്ന്. വണ്ടികളൊക്കെ ഇവിടം വരെ വരുള്ളൂ. നമ്മൾ ബൈ റോഡ് വരികയാണെങ്കിൽ നമ്മൾ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യണം. ഒരു വലിയ പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് ഈതർ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ട്, അല്ലെങ്കിൽ ട്രെയിനുണ്ട്, അല്ലെങ്കിൽ നടന്നു പോകണം. ഈ വഴി കാണുന്നത് ഇലക്ട്രിക് ഓട്ടോറിക്ഷ പോകുന്ന വഴിയാണ്. ട്രാക്ക് കാണുന്നതും ഒരു കാറ്റ് സൈഡിങ് ആണ്. എനിക്ക് തോന്നുന്നു മാഥേറാനിൽ നിന്ന് ഇറങ്ങി വരുന്ന ട്രെയിനുകൾക്കുള്ള കാറ്റ് സൈഡിങ്, മാഥേറാനിൽ നിന്ന് ഇറങ്ങി അമൻലോട്ടിലോട് എത്തുന്ന ട്രെയിനുകൾക്കുള്ള കാറ്റ് സൈഡിങ് ആണത്. ഈ കാണുന്നതാണ് കാറ്റ് സൈഡിങ്. കാറ്റ് സൈഡിങ്ങിൻ്റെ അവസ്ഥ ദുരിതമാണ്. ഇതിനകത്തൊരു ട്രെയിൻ കയറി കഴിഞ്ഞാൽ ബ്രേക്കൊന്നും പിടിക്കേണ്ടി വരില്ല, അതിന് മുമ്പേ വണ്ടി ഇടികയിലാവും. ഇവിടുന്ന് അങ്ങോട്ടാണ് മാഥേറാൻ ടെറിട്ടറി സ്റ്റാർട്ട് ആവുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മാഥേറാനിലോട്ട് കയറുന്ന ആൾക്കാർ ഇത് കൊടുക്കണം, എന്താ പറയുക, ടോൾ കൊടുക്കണം. ഇവിടുന്ന് അങ്ങോട്ടാണ് മാഥേറാൻ്റെ ടെറിട്ടറി സ്റ്റാർട്ട് ആവുന്നത്. അമൻ ലോഡ്ജ് 758 മീറ്റർ അബോവ് സീ ലെവലാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിൽ ജുമ്മാപ്പട്ടിയിൽ ഓർമ്മയുണ്ടെങ്കിൽ 200 മീറ്റർ സംതിങ് ആയിരുന്നു. ഇപ്പോൾ 700 സംതിങ് ആയി, 400 മീറ്റർ നമ്മൾ കയറി. നമുക്ക് സ്റ്റോപ്പില്ല എൻ്റെ അറിവിൽ, നമ്മൾ റണ്ണിങ്ങിൽ പോവുകയുള്ളൂ. അല്ല, നിർത്തി. ഇവിടെ നമ്മൾ നിർത്തി. ഒരുപാട് ശബ്ദം ഉണ്ടാക്കാൻ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തിട്ടാണ് ട്രെയിനാണ് ഇറങ്ങിയത്. ആണ് അമൻ ലോഡ്ജ് സ്റ്റേഷൻ. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട് മാഥേറാനിലേക്ക്. ഇതായിരുന്നു സ്റ്റേഷൻ.
ഈ റെയിൽവേ ട്രാക്ക് ആൾക്കാർ നടന്നു അനുഭവിക്കുന്ന ഒരു പാത്താണ്, ട്രക്കിംഗ് പാത്തും കൂടിയാണ് റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. അമൻ ലോഡ്ജിൻ്റെ അവിടുന്ന് മാഥേറാനിലോട്ട് പോകാൻ ആൾക്കാർ നടന്നു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ടാണിത്. ഇവിടുത്തെ സെമാഫോർ സിഗ്നലിംഗ് ആണ്. മാഥേറാനിലെ ഫാമിലി ആയിട്ട് വന്നിട്ട് ട്രെയിൻ പോകുമ്പോൾ ഇതുവരെ ട്രാക്ക് സൈഡിൽ ഇതിന് ട്രെയിൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കണം. നല്ല രസമായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. സൺ ആൻഡ് ഷെയ്ഡ് റിസോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ട്രാക്കിൻ്റെ ട്രാക്ക് സൈഡിൽ തന്നെ. ഇതാണെന്ന് തോന്നുന്നു മാഥേറാൻ മാർക്കറ്റ്, അതായത് മെയിൻ ജംഗ്ഷൻ സ്റ്റേഷൻ എത്തിയത്. അവിടെ ഒരു സെമാഫോർ സിഗ്നൽ നമുക്ക് കാണാം. നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. തിരിച്ചു പോകാനുള്ള ഓട്ടോനുള്ള ക്യൂ ആണ്. നമ്മൾ നടന്നു തന്നെ പോകേണ്ടി വരും. കണ്ടോ, ഭീകര ക്യൂ ആണ്. ഈ ക്യൂ നിന്ന് ഓട്ടോറിക്ഷ കിട്ടി എപ്പോൾ പോകാനാവും? നമ്മൾ ജസ്റ്റ് മാഥേറാൻ സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് മാഥേറാനോട് കയറുന്നത്. അവിടെ ഒരു ഐ ലവ് മാഥേറാൻ സെൽഫി സ്പോട്ടും മറ്റുമുണ്ട്. ഈ കിടക്കുന്ന ട്രെയിന് അമൻ ലോഡ്ജിലോട്ട് പോകുന്ന ട്രെയിനാണ്. അമൻ ലോഡ്ജ് മാഥേറാൻ ഷട്ടിലാണ് കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് മാഥേറാൻ സ്റ്റേഷനിലോട്ട് കയറുന്നു.
ഷട്ടിലിന് ടിക്കറ്റ് ചെയ്ത് ഷട്ടിലിന് പോകുന്നതായിരുന്നു എൻ്റെ പ്ലാൻ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് പോകാം. പ്ലാറ്റ്ഫോം നമ്പർ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷനാണ്. ഇത് കണ്ടോ, സ്റ്റീം ലോക്കോ പോലെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ് അവരൊരു ഡീസൽ ലോക്കോനെ. ആളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഡീസൽ ലോക്കോനെ സ്റ്റീം ലോക്കോ ആക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് മാത്തേറാൻ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. ഇതാണ് മാത്തേറാൻ്റെ ഡെഡ് എൻഡ്. 803.98 മീറ്റേഴ്സ് അബോവ് സീ ലെവലാണ് മാത്തേറാൻ. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ട്രെയിനാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി. പ്ലാറ്റ്ഫോം നമ്പർ 2 വന്ന് നമ്മൾ ട്രെയിനിൽ ജസ്റ്റ് പുറത്തോട്ടിറങ്ങി മുന്നോട്ട് നടക്കുന്നു. മാത്തേറാനിൽ നിന്ന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നഗരത്തിലോട്ട് കയറുന്നതിന് ഒരു എൻട്രി ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. നമ്മളെ കൊണ്ടുവന്ന ട്രെയിൻ തിരിച്ച് ഷണ്ടിയാണ്. അപ്പുറത്ത് കിടക്കുന്ന അമൻ ലോഡ്ജിലോട്ട് പോകാനുള്ള ഷട്ടിലാണ്. ഇപ്പുറത്തായിട്ട് ഇവിടെയും ഒരു സ്റ്റീം ലോക്കോ പ്ലെൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 741 MLR ഇവിടെ ഉണ്ട് ഒരെണ്ണം. നമ്മളെ കൊണ്ടുവന്ന് ഇറക്കി വിട്ട ഉടനെ തന്നെ ട്രെയിൻ അവർ വീണ്ടും തിരിച്ച് ഷണ്ട് ചെയ്ത് ഇപ്പോഴത്തെ ഒരു എനിക്കൊന്നു ലോക്കോ റിവേഴ്സലിന് വേണ്ടിയായിരിക്കും ഷണ്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. അവരിതിനെ ഷണ്ട് ചെയ്ത് അപ്പുറത്തോട്ട് ഇറക്കി നിർത്തുന്നുണ്ട്. അമൻ ലോഡ്ജ് ഷട്ടിൽ പോകുന്നത് നമുക്കൊന്ന് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കാം. അടുത്ത ഷട്ടിലിന് ടിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഷട്ടിലിന് തന്നെ കയറി പോവാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കുലേഷൻ നിങ്ങൾക്ക് വർക്കിംഗ് കാണാതെ താഴെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ലോക്കോ മാത്രം ഷണ്ട് ഔട്ട് ചെയ്തു. റേക്കിന് അങ്ങനെ രണ്ടും കെട്ടൊരു സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് ലോക്കോ മാത്രം അവർ ഷണ്ട് ഔട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാത്തേറാൻ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് പോയിൻ്റാണ്. ഇവിടെ കയറണം നിങ്ങൾ 50 രൂപ നമ്മൾ ടാക്സ് കൊടുക്കണം. ആ ടാക്സ് കൊടുക്കുന്ന റെസീറ്റാണ്. നമുക്കിത് കൊടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. കുറച്ച് നേരം തെണ്ടി നടന്നിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് പുറത്തോട്ട് തിരിച്ചു പോകാം. ഇതാണ് മാത്തേറാൻ ടൗണ്. നമുക്കിവിടെ ഒന്നും ഞാൻ തെണ്ടിത്തിരിയാന്ന് ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ 50 രൂപ ഉള്ളിലോട്ട് കയറി എന്നേ ഉള്ളൂ. കാര്യം അവന് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് നടക്കാൻ ഞാൻ വിടുന്നുണ്ടായിരുന്നില്ല. ചുറ്റും കൂടി നടന്ന് അവരെ 50 രൂപ പിരിച്ചിട്ടേ വിടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങ് പോകുന്നതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞാൽ ഇവിടെ കുതിരകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൂടാതെ ടാക്സി ആയിട്ട് ഇവിടെ ഇലക്ട്രിക് ഓട്ടോ ആണുള്ളത്. പക്ഷേ ഇലക്ട്രിക് ഓട്ടോ നമുക്ക് നോക്കാം. നമുക്ക് ഇലക്ട്രിക് ഓട്ടോ കിട്ടണമെങ്കിൽ അത് കയറി നമുക്ക് ദസ്തൂരിനൊക്കെ പോകാം. ഇതാണ് മാത്തേറാൻ. നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ട് ഐ ലവ് മാത്തേറാൻ സെൽഫി സ്പോട്ട്. തിരിച്ച് വരാൻ ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല. ഭയങ്കര ക്യൂ ആയിരുന്നുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് കാത്ത് നിൽക്കാണ്ട് നമ്മൾ നേരെ നടക്കുകയാണ്. 2 കിലോമീറ്റർ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ ട്രക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇവിടുത്തെ ട്രാക്ക് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. അവർ അതിൻ്റെ സ്ലൂയിങ് ഒക്കെ ചെയ്ത് ഗേജ് വെച്ച് വിട്ട് കറക്റ്റാണെന്ന് നോക്കുന്നുണ്ടോ. ഇതാണ് ബലാസ്റ്റ് ടാമ്പിങ് ചെയ്യുന്നത്. ഇവിടെ മാനുവലി ചെയ്യുന്നത്. ഇവിടെ കൈകൊണ്ട് ബലാസ്റ്റിനെ റിലീസ് ചെയ്ത് വിടുന്നേ ഉള്ളൂ. ഇവിടെ ഇതൊന്നുമില്ല. മറ്റേ നമ്മുടെ ടാമ്പിങ് മെഷീൻ കൊണ്ടൊന്നുമല്ല ചെയ്യുന്നത്. ടാമ്പിങ് മെഷീൻ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചെങ്കിൽ കോൺക്രീറ്റിൻ്റെയാണ് സ്ലീപ്പേഴ്സ്. കോൺക്രീറ്റ് സ്ലീപ്പേഴ്സാണ്. മെറ്റലിൻ്റെയും മരമൊന്നുമല്ല. കോൺക്രീറ്റ് സ്ലീപ്പേഴ്സാണ്. ഇതൊരു ലെവൽ ക്രോസ് കാണാം. ഗേറ്റ് നമ്പർ 15 മാനവരഹിതം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഗേറ്റ് മാൻ ഇല്ലാത്ത അൺമാൻഡ് ലെവൽ ക്രോസിംഗ് ആണ്. അപ്പം നമ്മളങ്ങനെ നടപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇത്രയൊക്കെ എഫേർട്ട് എടുത്താണ് നമ്മൾ ഓരോ വീഡിയോയും നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത്. ചില ആൾക്കാർ ഉറങ്ങുന്ന കാണാൻ വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് എന്നൊക്കെ കമൻസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാനിത് എന്താ പറയുക, സ്വയം പൊക്കി പറയുന്നൊന്നുമല്ല. നമുക്ക് കമൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്താണ് നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് താഴെ വന്നിട്ട് ഇങ്ങനത്തെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ദസ്തൂരിനാക്കിലോട്ട് നടക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്താ പറയുക, മെമ്പർഷിപ്പ് എടുക്കുക, സൂപ്പർ താങ്ക്സ് എടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you in the next video. Until then, bye bye.